പകരും കരമോ നീ എന്നും ജനമാമി നദിയിൽ വീണൊഴുകി നീ എന്നും ഇടത് പലതുണ്ട് മുന്നിൽ നീയുണ്ട് പൊരുതി നേടുന്ന കനവിൽ നീയുണ്ട് കഠിന വഴികളിൽ കരുതലുമുണ്ട് ഇടിമിന്നലായ ജനനായകനെ തുടികൊട്ടിടുന്ന ഗണപാലകനെ പടവെട്ടി വന്ന ജനസേവകനെ ഇനി മുന്നിലുള്ള ധ്വജവാഹകനെ അങ്ങനെ ആരുടെയൊക്കെ മുഖത്താണ് പുഞ്ചിരി വരുന്നത്? സാദിഖ് അലി തങ്ങൾ പുഞ്ചിരിയോടെ നിൽക്കുന്നു എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുകയാണ്. ഹൈക്കമാൻഡ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ലീഗ് നേതാക്കളും മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ്. പാണക്കാട്ട് ഇപ്പോൾ അടച്ചിട്ട മുറിയിൽ ലീഗ് നേതാക്കളുടെ ചർച്ച തുടരുകയാണ്. ഖർഗെ ലീഗിനെ അറിയിച്ചത് വീടി തന്നെ എന്ന ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദിൽ പാലോട് ഇപ്പോൾ KC വേണുഗോപാൽ പോയിരിക്കുന്നത് വീട്ടിലേക്കാണ്. നിരാശയോടുകൂടിയാണ് മടക്കം. ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെ ലീഗിനെ അറിയിച്ചിരിക്കുന്നതും വീടി തന്നെയാണ് എന്നുള്ളതാണ്. ആ വിവരം നമ്മൾ സ്ഥിരീകരിക്കുന്നുവല്ലേ ആദിൽ പാലോട്? ഉറപ്പായും നമ്മൾ 11:30 12 മണിക്ക് വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ചിരിക്കെ 11:30 ഖർഗെ കുഞ്ഞാലിക്കുട്ടിയെ ആദ്യം വിളിക്കുന്നത്. ആ ഫോണിൽ തന്നെ സാദിഖ് അലി തങ്ങളോട് സംസാരിച്ചു. ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഖർഗെ അറിയിച്ചിരിക്കുന്നത് VD സതീശൻ തന്നെ എന്ന സന്ദേശമാണ് ഖർഗെ ലീഗ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അല്പസമയത്തിനുള്ളിൽ നമ്മുടെ ഇതേ ക്യാമറ ഫ്രെയിമിൽ തത്സമയം KC വേണുഗോപാൽ വീട്ടിലേക്ക് വസതിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ എത്തും. അല്പസമയത്ത് നിരാശയിലാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. KC പിന്നെ കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നും പിരിഞ്ഞത്. ഇപ്പോൾ നമ്മൾ KCയുടെ വസതിക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. KCയുടെ വസതിക്ക് മുന്നിൽ